മാതിരി ഒരു പരിപാടിക്ക് ചുമ്മാതിരുന്ന് എന്നെ വിളിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ. എമ്മാതിരി ചുമ്മാതിരി. എനിക്ക് സാർ ഇവിടെ വന്ന് നിൽക്കും, ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കും. എന്തുവാടാ അത്? റോഡിന് നടുക്കൊണ്ട് വണ്ടി വെച്ചേക്കുന്ന മണൽ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? റോഡിന് നടുക്കാടാ വണ്ടി കൊണ്ട് വെച്ചേക്കുന്ന. No, I don't care. നിന്റെ അടുത്ത് ഞാൻ സംസാരം നീ കേൾക്കുന്നുണ്ടാ? Hey man, what's up? ഓഹോ, വാട്സാപ്പ്. അനുവിനെ മനസ്സിലാവുന്നില്ല. ഈ ആഡിന് വേണ്ടി അനുവിനെ എടുക്കുന്നതിന്റെ പ്രധാന കാര്യം ഈ സുന്ദരികളായിട്ടിരിക്കുന്ന ആൾക്കാർ. ചേട്ടാ ഒരു കാര്യം ചെയ്യും ചേട്ടാ, ആ ആഡിന്റെ ആ ഡീറ്റെയിൽസ് ഫുള്ള് വാട്സ്ആപ്പ് ആഡിന്റെ ഡീറ്റെയിൽസ് എന്താണ്? കൂടുതൽ എന്താ, 4 കാലുണ്ട്, ഒരു വാലുണ്ട്, ഒരു തലയുണ്ട്, 2 ചെവിയുണ്ട്. ആഡിനൊക്കെ അത്ര ഡീറ്റെയിൽസ് അല്ലേ ഉള്ളൂ പറയാനുള്ളത്. നമുക്കൊരു ടൈം ട്രാവലിന്റെ ഒരു മിഷൻ കിട്ടി. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആദ്യം ഓൺ ആക്കും, അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യും? ഓഫ് ആക്കും. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്കറിയാം. ഇപ്പൊ ആ തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടി ഞാൻ ടൈം ട്രാവൽ മിഷൻ യൂസ് ചെയ്യും. നിങ്ങൾ എന്നെ മീറ്റ് ചെയ്യാൻ വരുന്ന ഒരു ദിവസമല്ലേ? നിങ്ങൾ വരുന്നത് കണ്ട് ഞാൻ അവിടെ നിന്ന് ഓടിക്കളയും. എന്നെ ഇപ്പോഴും നീയൊക്കെ വിളിക്കുന്ന പേരാണ് ബിരിയാണി കളയും. ആ പേര് എനിക്ക് എവിടുന്ന് കിട്ടിയതോ അവിടുന്ന് എടുത്ത ബിരിയാണി ഞാൻ തിരിച്ചു വെച്ചിട്ട് ഇവിടെ അജിനെ, നീ എന്ത് ചെയ്യൂടാ? എന്റെ ഇട്ടാ പൊട്ടുന്ന പ്രായത്തിൽ ഞാൻ കുറച്ച് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പെങ്കൊച്ചിന് കൈ മുറിച്ച് ലവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് മാറ്റാം. ഇവനെ പോലെ കുങ്കുമപ്പൂവിൽ എഴുതി കൊടുക്കണം. ഇതെന്താണെന്ന് മനസ്സിലായോ? ന്യൂ റിപ്പബ്ലിക് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന സൈബോട്രോൺ സ്പിൻ എന്ന് പറയുന്ന പവർ ബാങ്ക് ആണ്. ഈ ഒരു പവർ ബാങ്കിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും സാധിക്കും. മണ്ണി കിടന്ന് ഉരുണ്ട് ഇടിവിടക്കുമായിരുന്നു. തങ്കപ്പ സാറ് അവന്മാര് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയാ? തങ്കപ്പ സാറിന് അവന്മാര് പ്രൈവറ്റ് ആയിട്ട് വേണോ? ഫ്രണ്ട്സ് ആണ് സാർ. ചെറിയ കൂട്ടേ ഉള്ളൂ. നാണകളെ ഇവനെയൊക്കെ പോലുള്ളവന്മാര് കൂട്ടുകാരെന്ന് പറയാൻ. ഞാനിപ്പോ സസ്പെൻഷനായി പോയി. ഇല്ലാതെ ഇവനൊക്കെ സ്റ്റേഷനിട്ട് ഞാൻ ഉരുട്ടിയാണ്. സസ്പെൻഷനിലായിട്ട് സാർ എന്ത് അധികാരത്തിൽ സാറേ അവന്മാരോടെ കയറ്റി നിർത്തിയിരിക്കുന്നത്? നമുക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ അറിയാം. ചേട്ടാ, ഈ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി ഏതാ? ഓക്കെ, താങ്ക് യു. നിന്റെ പെണ്ണിനെ സെറ്റാക്കാൻ സഹായിച്ചാരി നീ. അവർക്ക് ലെറ്റർ കൊണ്ടുകൊടുത്താരി നീ. രാത്രി അവളെ വീട്ടിൽ പോകാൻ സഹായിച്ചാരി നീ. അപ്പൊ എന്റെ പ്രേമത്തിനായി സഹായിക്കും നീ. എനിക്ക് ഇങ്ങനെ കന്യാസ്ത്രീയായിട്ട് ജീവിക്കാൻ. കന്യകൻ അത് തന്നെ. നീ അച്ഛൻ്റെ അടുത്ത് പറയാൻ നിനക്ക് പെണ്ണോട്ടോണോ? അങ്ങനെ ഒരു അറ്റൻഷൻ തരണ്ടേ? ഒരു പാട്ടും പാടി അങ്ങ് ചെന്നോക്കെ. എന്റെ അപ്പ കുരുമരുമോൾ വേണം, എൻ്റെ ഉമ്മ കുരുമോള് വേണം, എനിക്കൊരു വൈഫിനെ വേണം, തരുമോ ആരേലും. എന്താർത്ഥവത്തായ വരികളല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇനി പറയല്ലേ, ഇനി മേലെ പറയല്ലേ. നിന്റെ ചോര കൊണ്ട് ഞാൻ ഇവിടെ നടനമാടുവേ. ന്റെ പേര് ബൈജു എന്നാണ്. ബൈജു ഞാനേ സങ്കല്പിച്ചോ സാർ. ഈ ബൈജു എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എടാ കാമടാ ശാന്തം. അതല്ലായിരുന്നില്ലേ? സർട്ടിഫിക്കറ്റ് ആക്കല്ലേ. അങ്ങനെ ഈ കാമായിട്ടുള്ള ബൈജുവിന് ഒരു കാമുകയുണ്ട് സാർ. സമന്തായാലും സാറേ എന്ത് അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ് കേട്ടോ. അങ്ങനെ സമാധാനമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ബൈജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ. ഓ ബൈജു സാർ. 2500 അല്ലേ അളിയാ അവര് പറഞ്ഞ? എന്റെ 1000 രൂപയേ ഉള്ളൂ. നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നിങ്ങളെ പൈസ ഇട്ട് എന്നെ കൊണ്ടുപോകാനാണെങ്കിൽ അത് വേണ്ട. പക്ഷെ നിന്റെ പൈസക്ക് ഞാൻ പോയാലോ? ചേട്ടാ, ക്രഷിനെ എങ്ങനെ പ്രപ്പോസ് ചെയ്യും? ഏപ്രിൽ 1 മെസ്സേജ് അയക്കാം ഐ ലവ് യു എന്ന്. നോ പറഞ്ഞ ഏപ്രിൽ ഫുൾ ആന്ന് പറയാം. മുടി ഒഴിച്ച് മാറാൻ എന്ത് ചെയ്യണം? മുടി ഇല്ലാതിരിക്കണം. ചേട്ടാ, എന്റെ ബെസ്റ്റി എന്നെ പ്രപ്പോസ് ചെയ്ത്, പക്ഷെ അവൾക്ക് വേറെ ബെസ്റ്റീസ് ഉണ്ട്. അപ്പൊ യെസ് പറഞ്ഞ സേഫ് ആണോ? അവള് സേഫാ.
എന്നാ കോളേജിൽ പോയി ഡോൺ ആവാൻ എന്ത് ചെയ്യണം? ഗസറ്റിൽ പോയിട്ട് പേര് മാറ്റി. എല്ലാ പെൺകുട്ടികളും കമ്മിറ്റഡ് ആണ്. ഞാൻ ഇനി എന്ത് ചെയ്യും? നീ ഒരു പെണ്ണാവും, അപ്പൊ നീ സിംഗിൾ അല്ലേ? എടോ നമ്മൾ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞോളല്ലേ പറഞ്ഞു. പടം ഇറങ്ങാൻ പോയാടോ ആഗസ്റ്റ് 15-ന്. ഇനി ഇയാളെ മോളെ പറയും വരത്തില്ലടോ. അല്ല എങ്കിൽ ഞാൻ അങ്ങോട്ട് എന്റെ മോളെ കൊണ്ട് വന്നാലോ? സീരിയസ് ആണെങ്കിൽ ചൂടേണ്ട വാടാ ഇങ്ങോട്ട്. പിന്നെ ആണത്തം കാണിക്കുന്ന മണ്ടത്തരം കാണിച്ചിട്ടാണ്. ഡാഡി മമ്മി മിനിയാണ്ട് ഇവര് പോയിട്ടുണ്ട്. ക്ലാസ് എടുക്കാനാ? തായ്ലൻഡ് ക്ലാസ് എടുക്കാൻ ആരും പോറില്ലല്ലോ. ഏത് ക്ലാസ്സാ എടുത്തത്? പറ ആരാ? നിവിൻ പോളി. അർജുന്റെ ഹ്യൂമർ സെൻസ് അല്ലാതെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നത്. അതെ, ആദ്യമായിട്ട് കണ്ടൊരു ദിവസം മസിലുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം വന്നപ്പോ മുട്ട അടിച്ചിട്ട് വന്നു. മൂന്നാമത്തെ പ്രാവശ്യം കണ്ടത് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട്. അന്ന് ആ മസിൽ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. 15 ദിവസം കൊണ്ട് മസില് പോവോ? ഇനി വേണ്ടല്ലോ. ഒരു കാര്യം കൊണ്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഏതെങ്കിലും പെമ്പിള്ളേർ ഇങ്ങോട്ടൊന്നും ഇഷ്ടമെന്ന് പറഞ്ഞോ? ഇല്ല, എനിക്കും ഇല്ല. കാരണം എന്താ നമുക്ക് 3 പേർക്കും ലുക്കില്ല. എടാ ലുക്ക് കണ്ടല്ലടാ, ഓരോരുത്തരുടെ ക്യാരക്ടർ ഉണ്ട്, മനസ്സും കണ്ട ഇഷ്ടപ്പെടണ്ട. ആ 2 സാമാനം കണ്ട് നിന്നെ എത്ര പേര് ഇഷ്ടപ്പെട്ടു? എത്ര പെമ്പിള്ളേർ നിന്റെ മുമ്പിൽ ക്യൂ നിന്ന്? ആരും ഇല്ല. കൊള്ളാം. അതല്ലടാ, ഷർട്ട് എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ തുണിക്കട തുടങ്ങാറുണ്ടടാ. നിനക്ക് മേടിക്കാന്ന് വിചാരിച്ചു. നീ വേണ്ടല്ലേ? അത് എനിക്കായിരുന്നു. എന്നാ എനിക്ക് വേണം. തുണിക്കട തുടങ്ങണ്ടേ? നമുക്ക് പിന്നെ തുടങ്ങാം. നീ എന്തോ ചെയ്യോടാ? ട്രേഡ് ചെയ്ത് എന്തോ നോക്കുവോ? എടാ, ഈ ട്രേഡ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ എന്തോരം വീട് വെക്കായിരുന്നു. നിനക്ക് എത്ര വീടുണ്ട്? വാടക വീട് എടുത്തില്ലേ ചലിപ്പിച്ചിട്ട് അവസാനം അയാൾ പേടിക്കുമ്പോഴത്തേക്ക് കാണാൻ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാലേ ഫുഡ് ഉണ്ടാക്കി. എടാ എന്താ സാറേ ഞാനാ ഉണ്ടാക്കിയത്? എന്തൊരു ഫുഡാണോ തന്നിരുന്നത്? അവന്റെ ഒരു തൊലിഞ്ഞ സാർ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കിയത് നല്ല ഫുഡായിരുന്നു. കയ്യറ ഞാനെന്നെ കളിപ്പുള്ളേ. സെറ്റാക്ക് പവർ